കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, ഇഗ്നോ ഫോക്കസ് 5.0യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു ഹോൾ സെഷൻ. So for this session, we choose UG electives BPAG 173 e-governance. So ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു പ്രെഡിക്റ്റീവ് ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ TEയിലോട്ടേക്ക് പ്രിപ്പയർ ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ സിലബസും അതുപോലെ തന്നെ പാസ്റ്റ് ഇയേഴ്സിലുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഹൈ ഈൽഡ് തീംസ്, സ്കോർ പോയിന്റ്സ്, അതുപോലെ എങ്ങനെയൊക്കെയാണ് സ്കോർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, എവിടെയൊക്കെ നമ്മൾ ടൈം അലൊക്കേറ്റ് ചെയ്യണം എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഹോൾ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ നമ്മൾ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. ഓരോ ബ്ലോക്കും അതിനകത്ത് യൂണിറ്റ് വൈസ് ആയിട്ടുള്ള കോർ ഐഡിയാസ്, ഓക്കെ, ഇ ഗവേണൻസ് മോഡൽസും ലീഗൽ പോളിസീസ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസ്, അങ്ങനെ ഹൈലി അപ്പിയർ ചെയ്തിട്ടുള്ള കോർ പോയിന്റ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എക്സാം പാറ്റേൺ ആണ്. ഡിഫറെന്റ് ഫോർമാറ്റിൽ എക്സാംസ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, സോ അതിൽ ഡിഫറെന്റ് ഫോർമാറ്റിൽ തന്നെ ഡിഫറെന്റ് സ്കോർ ട്രെൻഡും കാണുന്നതാണ്. സോ അതിന്റെ ഒരു മാർക്ക് ട്രെൻഡ് എങ്ങനെയാണ്, അതിന്റെ ഒരു അനാലിസിസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പാസ്റ്റ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇ കൊമേഴ്സ്, ഇ പേയ്മെന്റ്സ്, സിറ്റിസൺ സർവീസ്, RTI, അർബൻ ഇ ഗവേണൻസ്, ഇതുപോലത്തെ കോർ പോയിന്റ്സും നമ്മൾ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ്. 2021 തൊട്ട് 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ കോർ തീംസും കൂടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് അനാലിസിസ് എന്ന് പറയുന്നത് മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ആണ്. ഇഗ്നോയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെയിം സ്ട്രക്ചർ, സെയിം മിറർ ചെയ്തിട്ട് നമ്മൾ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു സെഷന്റെ എൻഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മോഡൽ ആൻസറും മാർക്കിംഗ് സ്കീമും ഇതോടൊപ്പം തന്നെ നമ്മൾ എൻഡ് സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ 2021 തൊട്ട് ജൂൺ 25 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്തിട്ട് തന്നെ ഓരോ യൂണിറ്റിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ തീംസ് നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ട്. അതിലെ കോൺസെപ്റ്റ്സും അതിൽ വരുന്ന കൊമാൻഡ് വേർബ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ഫ്രീക്വൻസി ഉള്ള ടോപ്പിക്സിന് അതിന്റെ ഫ്രീക്വൻസി അനുസരിച്ച് നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. സോ ഈ ഒരു ഗൈഡ് ലൈൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. നമുക്കിവിടെ വേണ്ടത് ആൻസൈറ്റി അല്ല, അതോ മറിച്ച് നമുക്ക് വേണ്ട നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഈ വരുന്ന ഡിസംബർ TEയിലോട്ടേക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സിലബസ് മാപ്പിംഗ് നമ്മൾ ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 to 3, ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിൽ യൂണിറ്റ് 1 ഇൻഫോർമേഷൻ സിസ്റ്റംസ് ആണ്, കമ്പോണൻസും അതിന്റെ ടൈപ്സും ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. 3 തവണ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. റിലവൻസ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ലോ റിലവൻസ് ആണ്. നെക്സ്റ്റ് യൂണിറ്റ് 2 അപ്ലിക്കേഷൻസ് ഓഫ് ICT 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റിലവൻസ് ആണ്. നെക്സ്റ്റ് മോഡൽസ് ഓഫ് ഇ ഗവേണൻസ് 3 തവണ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതിന്റെ റിലവൻസ് ലോ ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് 1 തന്നെയുള്ള യൂണിറ്റ് 3 മെയിൻ ടോപ്പിക് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് ഇ ഗവേണൻസ് 1 തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്, ലോ ഫ്രീക്വൻസി ആണ്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 തന്നെ RTA ആക്ട്, PIOs, ഇൻഫർമേഷൻ ആൻഡ് കമ്മീഷൻസ് 5 തവണ വന്നിട്ടുണ്ട്, മീഡിയം റിലവൻസ് ആണ്. നെക്സ്റ്റ് യൂണിറ്റ് 3 ലീഗൽ ആൻഡ് പോളിസി ഫ്രെയിംവർക്ക് 1 തവണ ചോദിച്ചിട്ടുണ്ട്, ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 4 സിറ്റിസൺ സർവീസ് ഡെലിവറി അത് 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം റിലവൻസ് ആണ്. യൂണിറ്റ് 4 ബ്ലോക്ക് 2 യൂണിറ്റ് 4 റോൾ ഓഫ് ICT ഇൻ അഡ്മിനിസ്ട്രേഷൻ 1 തവണ ചോദിച്ചിട്ടുണ്ട്, ലോ റിലവൻസ് ആണ്.
നെക്സ്റ്റ് യൂണിറ്റ് 5 അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ടെക് സാവി കൾച്ചർ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 6 PRIs ലോക്കൽ ഗവേണൻസ് ആൻഡ് ഈ പഞ്ചായത്ത് 6 തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം റിലവൻസ് ആണ്. നെക്സ്റ്റ് യൂണിറ്റ് 6 റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് അഗ്രികൾച്ചർ 2 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 ICT ആൻഡ് വിമൻ എംപവർമെന്റ് അത് 1 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 7 അത് ബ്ലോക്ക് 3-ലുള്ളതാണ്. ICT ഗവേണൻസ് ടൂൾ ആൻഡ് കേസ് ബേസ് ഇതുവരെ അപ്പിയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു ലോ റിലവൻറ്റ് ടോപ്പിക് ആണ്. നെക്സ്റ്റ് യൂണിറ്റ് 8 ഇ ലേണിംഗ് വിർച്വൽ ലേണിംഗ് എൻവയോൺമെന്റ് ഓൺലൈൻ ഡെലിവറി 6 തവണ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്സ് മീഡിയം റിലവൻസ് ആണ്. യൂണിറ്റ് 8 ഡിജിറ്റൽ ലൈബ്രറി ഡിജിറ്റൽ പോർട്ട്ഫോളിയോ 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 9 ഇ കൊമേഴ്സ് 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റിലവൻസ് ആണ്. യൂണിറ്റ് 9 ഇലക്ട്രോണിക് പേയ്മെന്റ് 4 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 10 ICT ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ടെലിമെഡിസിൻസ് 0 അപ്പിയറൻസ് ആണ്. ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 11 ICT ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏർലി വാർണിംഗ്സ് GIS പ്ലസ് RS 1 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 12 ICT ഇംപ്ലിമെന്റേഷൻ ഇഷ്യൂസും ചലഞ്ചസും അതുപോലെ അതിലുള്ള സക്സസ് ഗ്യാപ്സും 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവൻസ് ആണ്. സോ ഇവിടെ ഒരു ബാർ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ബ്ലോക്കിലെയും അതുപോലെ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. December 21 തൊട്ട് June 25 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാർ ചാർട്ടാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എക്സ് ആക്സിസിൽ ബ്ലോക്കും വൈ ആക്സിസിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 to 3 അതിലെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഒരു 50% ചോദിച്ചിട്ടുണ്ട്. അത് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് ഈ ഒരു എൻറ്റയർ പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 ആണ്. അതിൽ യൂണിറ്റ് 4 to 6 ആണ് ആ ഒരു ബ്ലോക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 7 to 9 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 10 to 12 അതിനും ഹൈ റെലവൻസ് തന്നെയാണ് ഉള്ളത് കമ്പാരിറ്റീവ്ലി. നെക്സ്റ്റ് ഇവിടെ ഒരു ഹീറ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഡാർക്കർ തീമിൽ കൊടുത്തിട്ടുള്ളത് മോർ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഡാർക്കർ തീമിൽ യെല്ലോയിഷ് ടോണിലോട്ടേക്ക് പോകുമ്പോൾ അത് കുറച്ചും കൂടെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹൈ റെലവൻസ് ഉള്ളതാണ്. ബ്ലോക്ക് 3 കാണാൻ പറ്റും 9. ഓക്കെ, യെല്ലോ തീമിൽ കൊടുത്തിട്ടുണ്ട്. അത് ഹൈലി റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. കോർ തീംസ് ആണ് അതിനകത്തുള്ളത്. അതുപോലെ ബ്ലോക്ക് 2-ലുള്ളതും. നെക്സ്റ്റ് ഹൈ yield ടോപ്പിക്സ് ആണ്. 3 ഹൈ yield ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്സ് യൂണിറ്റ് 6-നകത്തുള്ള PRIs ലോക്കൽ ഗവേണൻസും അതുപോലെ ഈ പഞ്ചായത്ത് ഇത് 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. PRIസിന്റെ റോൾസും ലോക്കൽ ഗവേണൻസിന്റെ നീഡ്സ് അതുപോലെ ഈ പഞ്ചായത്തിന്റെ സ്പെസിഫിക് ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ലോങ് ആൻസർ ആയിട്ടും ഷോർട്ട് നോട്ട്സ് ആയിട്ടായിട്ടും ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇ കൊമേഴ്സ് അതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും ടൂൾസും യൂണിറ്റ് 9-ലുള്ള ഒരു പോയിന്റ് ആണ് ഇത്, അല്ലെങ്കിൽ കോർ തീമാണ്. 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഓഫൺ ഓൾട്ടർനേറ്റ് ബിറ്റ്വീൻ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്. ഓക്കെ, സംടൈംസ് പെയർഡ് വിത്ത് ഇലക്ട്രോണിക് പേയ്മെന്റ് ആസ് എ ഷോർട്ട് നോട്ട്സ് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഹൈ yield ടോപ്പിക് ആണ് സിറ്റിസൺ സർവീസ് ഡെലിവറി. യൂണിറ്റ് 4-ലുള്ള ഒരു കോർ തീമാണ്. 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? സോ ഹൈലി ഫോക്കസ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ബ്ലോക്ക് 2-ഉം അതുപോലെ 3-ഉം ആണ്. അതാണ് ഹൈലി ഡെൻസ് ആയിട്ടുള്ള ഏരിയാസ്. ഇതിൽ തന്നെ 4-മത്തെയും അതുപോലെ തന്നെ 9-മത്തെയും യൂണിറ്റ്സ് അത് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. അവിടെ സർവീസ് ഡെലിവറി, റൂറൽ PRI, ഇ ലേണിംഗ്, ഇ കൊമേഴ്സ് ഒക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ യൂണിറ്റ് 3-യും കുറച്ചും കൂടെ നമ്മളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റില് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് ലോങ് എസ്സേ. ഓക്കെ, സോ ഇത് ഒന്നെങ്കിൽ എക്സാമിൻ ചെയ്യുക, കൊമന്റ്, ഇലാബറേറ്റ്, എക്സ്പ്ലെയിൻ, ഡിസ്കസ് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. 20 മാർക്കിനുണ്ട്. 400 to 500 വേർഡ് കൗണ്ടിലാണ് നമ്മൾ എഴുതേണ്ടത്. സോ അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? കോൺസെപ്റ്റ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, ഒരു ബ്രീഫ് ആയിട്ടുള്ള കൺക്ലൂഷൻ. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. അതിനൊരു 2 സബ് പാർട്സ് കാണും. 2 ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ചോദിക്കുക. 10 മാർക്സ് ആയിരിക്കും. 200 to 250 ആണ് വേർഡ് കൗണ്ട്സ്. ഒരു ക്രിസ്പ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് അതിന് കുറച്ച് എക്സാമ്പിളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവും. സർവീസ് ഡെലിവറി, ഡിജിറ്റൽ പോർട്ട്ഫോളിയോ ഒക്കെയാണ് സാധാരണഗതിയിൽ ഷോർട്ട് നോട്ടിൽ കണ്ടുവരുന്ന കോർ തീംസ്. പിന്നെ
MCQ പോലത്തെയോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, കേസ് സ്റ്റഡീസ് ഒക്കെ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, 0% ഷെയർ അക്രോസ് 21 to 25. ഈ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമ്മൾ ലോങ് എസ്സേസ്, എങ്ങനെയാണ് ലോങ് എസ്സേസ് നമ്മൾ എഴുതേണ്ടത്? 20 മാർക്സിനായിരിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു 400 to 500 ആണ് ഇതിന്റെ വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ കോർ ഐഡിയാസ് ആണ് നമ്മൾ ഇവിടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എക്സാമ്പിൾസും കൂടെ കൊടുക്കണം. എക്സാമ്പിൾ ആയിട്ട് മോഡൽ ഓഫ് ഇ ഗവേണൻസ്, ആർക്കേഡ് ഫീച്ചേഴ്സ്, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ലോങ് എസ്സേയിൽ കണ്ടുവരുന്ന പോയിന്റ്സ്. ഇ കൊമേഴ്സ്, അതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും ഒക്കെ. സോ ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം അതിന്റെ ഒരു ഡെഫിനിഷൻസ്, പിന്നീട് ഡിഫറെന്റ് ഡയമെൻഷൻസ്, എക്സാമ്പിൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത് 400 to 500 വേർഡ് കൗണ്ടിലായിട്ടാണ് നമ്മൾ എഴുതി തീർക്കേണ്ടത്. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. രണ്ട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ കാണാൻ പറ്റും നമുക്ക്. 200 to 250 ആണ് മാക്സിമം വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഒരു മിനി തീമില് കീ ടേംസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതി തീർക്കുന്നത്. സോ ഇവിടെ വരുന്ന സാധാരണഗതിയിൽ ഷോർട്ട് നോട്ട്സിൽ അപ്പിയർ ചെയ്യുന്ന ചില തീംസ് ഉണ്ട്. GIS, ഡിജിറ്റൽ പോർട്ട്ഫോളിയോ, സർവീസ് ഡെലിവറി. സോ ഇതിനകത്ത് നമ്മൾ 2 to 3 സാലിയൻ ഫീച്ചേഴ്സോ അതുപോലെ ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ടാണ് എഴുതുന്നത്. 20 മാർക്ക് ക്വസ്റ്റ്യൻസ്. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ ഷോർട്ട് നോട്ട്സിൽ അപ്പിയർ ചെയ്യുക. 20 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഇൻ ടോട്ടൽ ഇനി നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ June 23 ബ്ലോക്ക് 1 സ്പെഷ്യലി യൂണിറ്റ് 1 to 3 40 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. December 23 ആയപ്പോഴേക്കും അതൊരു 90 മാർക്കിന്റെ അടുത്തോളം ആയിട്ടുണ്ട്. June 24 70, December 24 50 മാർക്കിനുള്ളത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. June 25 40. ഓക്കെ, സോ ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 58 ആണ്. ഒരു 36 to 2% ഓൺ ടോട്ടൽ ഷെയർ ഉണ്ട്. നെക്സ്റ്റ് ബ്ലോക്ക് 2 എസ്പെഷ്യലി യൂണിറ്റ് 4 to 6 June 23 40 മാർക്സിനും December 23 40 മാർക്സ്, അതുപോലെ June 24 40 മാർക്സിനും December 24 20 മാർക്സിനും ചോദിച്ചിട്ടുണ്ട്. June 25 അത് 110 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ആവറേജ് മാർക്സ് ഈ ഒരു പേപ്പർ, ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 50 ആണ്. അതിന്റെ ടോട്ടൽ പെർസെന്റേജ് ഷെയർ എന്ന് പറയുന്നത് 31.2% ആണ്. ഇനി ബ്ലോക്ക് 3, ഈ ഒരു ബ്ലോക്ക് 3 യൂണിറ്റ് 7 to 9 ആണ്. അതിൽ June 23 അതിന് 60 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. December 23 40 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. June 24 40 മാർക്സ്, December 24 20 മാർക്സ് ആൻഡ് June 25 40 മാർക്സ്. ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 40 ആണ്. ടോട്ടൽ പെർസെന്റേജ് ഷെയർ എന്ന് പറയുന്നത് 25% ആണ്. ബ്ലോക്ക് 4 June 23 20 സ്കോറിലാണ് ചോദിച്ചിട്ടുള്ളത്. December 23 30 ആയിരുന്നു. June 24 ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. December 24 20 മാർക്സ് ആൻഡ് June 25 ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. സോ ഇതിന്റെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 14ഉം ടോട്ടൽ പെർസെന്റ് ഷെയർ 8.8 ആണ്. ഇനി നമ്മൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ലോങ് എസ്സേസും ഷോർട്ട് നോട്ട്സും. സോ ലോങ് എസ്സേസ് ആണെങ്കിലും ഷോർട്ട് നോട്ട്സ് ആണെങ്കിലും രണ്ടും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. December 21 തൊട്ട് 25 ജൂൺ വരെയുള്ള ഒരു ട്രെൻഡ് കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സിന്റെ എണ്ണം 25 ആകുമ്പോഴേക്കും ഒന്ന് കൂടി വരുന്നതായിട്ട് കാണാം. അതുപോലെ ലോങ് എസ്സേ ചെറുതായിട്ടൊരു ഡിഗ്രീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ പോലും ലോങ് എസ്സേസ് ഇമ്പോർട്ടന്റ് ആണ്. ലോങ് എസ്സേയുടെ ഡോമിനൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 21 to 25 ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. സോ എന്നാലും മെജോറിറ്റി ക്വസ്റ്റ്യൻസും ലോങ് എസ്സേസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്ലൈഡ് ബ്ലോക്സ് ലീഡ് ദ ഡിസ്ട്രിബ്യൂഷൻസ്. ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2 നിന്നും 3 നിന്നുമാണ് ഒത്തിരി ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 4 to 9 ആണ് ഫ്രീക്വന്റ്ലി അപ്പീൽ ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ സർവീസസ്, ഡെലിവറി, PRIs, ലോക്കൽ ഇ ഗവേണൻസ് ഒക്കെയാണ് ഈ ഭാഗത്തിലുള്ള ഒരു കോർ തീംസ്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് 9 അതുപോലെ യൂണിറ്റ് 3 ഇൻഫർമേഷൻ കമ്മീഷൻസും ഇ പേയ്മെന്റ്, ഇ കൊമേഴ്സ്, ഇതൊക്കെ തന്നെ ഷോർട്ട് നോട്ട്സിനകത്ത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കോർ തീംസ് ആണ്. ഇനി പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് പറയുമ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻസ് പ്ലാൻ ഫോർ 5 ക്വസ്റ്റ്യൻസ് 20 മാർക്സിന് വേണ്ടിയിട്ട്. സോ അതിനൊരു 30 to 32 മിനിറ്റ്സ് നമ്മൾ മാറ്റി. ഓക്കെ, നെക്സ്റ്റ് 20 മിനിറ്റ്സ് നമ്മൾ അതൊന്ന് ഔട്ട്ലൈൻ ചെയ്യാനും അതുപോലെ സ്കാൻ ചെയ്യാനും ഒക്കെ വേണ്ടി മാറ്റി വെക്കുക. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു 50 മിനിറ്റ്സ്. 2 to 3 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒരു 50 മിനിറ്റ്സിൽ നമ്മൾ അതും എഴുതി തീർക്കുക.
ഓക്കെ, സോ ദ ഫസ്റ്റ് 10 minutes എന്ന് പറയുന്നത് ബോത്ത് സെക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള റീസെന്റ് ട്രെൻഡ് ടോപ്പിക്സ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി അല്ലെങ്കിൽ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാകും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. ഡിസ്കസ് ദ ബെനിഫിറ്റ് ഓഫ് ഇ-കൊമേഴ്സ്. ഒരു 6 times അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 21 തൊട്ട് ജൂൺ 25 വരെയുള്ള പ്രിവൈസ് ക്വസ്റ്റ്യന്റെ ബേസിസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു അനാലിസിസ് നടത്തുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എക്സ്പ്ലെയിൻ ഇ പഞ്ചായത്ത് പ്രൊജക്ട് ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. 6 തവണ അപ്പിയർ ചെയ്തു. റൈറ്റ് നോട്ട് ഓൺ അർബൻ ഇ-കൊമേഴ്സ് 6 തവണ ഈ ഒരു സ്പെസിഫിക് ടോപ്പിക്കും അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇ ലേണിംഗ് കോൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഇതൊരു 5 തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ICT പ്ലേ എ കീ റോൾ ഇൻ ഡെലിവറിംഗ് സിറ്റിസൺ സർവീസസ് കോമാൻഡ് ഇതൊരു 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മോഡൽ ഓഫ് ഇ ഗവേണൻസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രൈബ് ഡിജിറ്റൽ ലൈബ്രറി ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. എക്സാമിൻ ദ ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് ഇൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് ICT ഇൻ ഗവേണൻസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ICT അപ്ലിക്കേഷൻസ് ആർ സിഗ്നിഫിക്കന്റ് ഇൻ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് അഗ്രികൾച്ചർ കോമാൻഡ് ഈ ഒരു സ്പെസിഫിക് ടോപ്പിക് 2 തവണ അപ്പിയർ ചെയ്തു. ഇനി ഫ്രീക്വൻസി ടേബിൾ ആണ്. ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ മീനിങ്, ടൂൾസ്, ബെനിഫിറ്റ്സ്, ലിമിറ്റേഷൻസ് ഓഫ് ഇ-കൊമേഴ്സ് ആൻഡ് ഇ പേയ്മെന്റ്സ്. ബ്ലോക്ക് 3 ഒരു കോർ പോയിന്റ് ആണ്. യൂണിറ്റ് 9 6 തവണ ചോദിച്ചിട്ടുണ്ട്. ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 20. നെക്സ്റ്റ് ICT ഇന്റർവെൻഷൻസ് ഇൻ ലോക്കൽ ഗവേണൻസ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ആവറേജ് സ്കോർ. urban e-governance project smart cities NEGP ബ്ലോക്ക് 3 യൂണിറ്റ് 7 കോർ പോയിന്റ് ആണ്. 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 20. കോൺസെപ്റ്റ്സ് ആൻഡ് ബെനിഫിറ്റ്സ് സിഗ്നിഫിക്കൻസ് ഓഫ് വിർച്വൽ ലേണിംഗ് എൻവയോൺമെന്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 8 തന്നെയുള്ളതാണ്. 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 18 ആണ് ആവറേജ് സ്കോർ. RTI ആക്ട് അതിന്റെ ഫീച്ചേഴ്സ്, ഡ്യൂട്ടീസ്, ഇൻഫർമേഷൻ കമ്മീഷൻസ് ഒക്കെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 നിന്നാണ്. 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 12 ആണ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ICT ഇൻ സിറ്റിസൺ സർവീസ് ഡെലിവറി റോൾ എക്സ്പ്ലെയിൻ ഇലൂസിബേറ്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 4 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ആവറേജ് സ്കോർ. മോഡൽ ഓഫ് ഇ ഗവേണൻസ് ബ്ലോക്ക് 1 നിന്നാണ്. യൂണിറ്റ് 2 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 20 മാർക്സ് ആണ്. ഡിജിറ്റൽ ലൈബ്രറി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ബ്ലോക്ക് 3 യൂണിറ്റ് 8 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് സ്കോർ 20 ആണ്. ICT ഇംപ്ലിമെന്റേഷൻ അതിലെ ഇഷ്യൂസും ചാലഞ്ചസും ബ്ലോക്ക് 4 യൂണിറ്റ് 12 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ആവറേജ് സ്കോർ. ICT ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷൻസ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. എക്സ്പെക്ടഡ് സ്കോർ 20 ആണ്. നെക്സ്റ്റ് വിഷ്വലൈസേഷൻ ആണ്. ഒരു പെയിൻ ചാർട്ട് ആണ് നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഫ്രം 21 ഡിസംബർ ടു 25 ജൂൺ. ഓക്കെ, സോ റിപ്പീറ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 51.1% ലൈക് ചാൻസസ് ഉണ്ട് അതിന്റെ ഷെയർ. ഓക്കെ, ഡിഫറെന്റ് കളർ കോഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതില് സിറ്റിസൺ സർവീസ് ഡെലിവറി 7 തവണ ചോദിച്ചിട്ടുണ്ട്. 10% ആണ് ഷെയർ ഉള്ളത്. ഇ-കൊമേഴ്സ് ഒരു 8.6% ഷെയർ ഉണ്ട്. ലോക്കൽ ഗവേണൻസ് 8.6% ഷെയർ ഉണ്ട്. ഇ ലേണിംഗും അതുപോലെ 8.6% ഷെയർ ഉണ്ട്. നെക്സ്റ്റ് RTI ആക്ട് ഇൻഫർമേഷൻ കമ്മീഷന് 7.1% ഷെയർ ഉണ്ട്. നെക്സ്റ്റ് 4.3% ഷെയർ ICT അതിന്റെ ഇംപ്ലിമെന്റേഷനും അതുപോലെ തന്നെ urban e-governance. ഡിജിറ്റൽ ലൈബ്രറി 2.9% ഷെയർ. മോഡൽസ് ഓഫ് e-governance 2.9% ഷെയർ ആണ്. പിന്നീട് അതർ ക്വസ്റ്റ്യൻസ് അതൊരു 40% ഷെയർ ഉണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമ്മൾ പരിചയപ്പെട്ടു. ഇതൊക്കെ ഹൗ ടു പ്രാക്ടീസ് ദിസ് ക്വസ്റ്റ്യൻസ് ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും നമ്മളതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഔട്ട്ലൈൻ 5 മിനിറ്റ് ഔട്ട്ലൈനിന് വേണ്ടിയിട്ടാണ്. പിന്നീട് എഴുതാൻ വേണ്ടിയിട്ട് 12 to 15 minutes ആണ്.
ഓക്കെ, essays ആണെങ്കിൽ 12 to 15 minutes നമുക്ക് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ 7 to 8 minutes ആണ്. ഈ ആൻസർ ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ ഒരു 3 part സ്ട്രക്ചർ ആണ്. ഫസ്റ്റ് അതിന്റെ ഡെഫിനിഷൻസ് എഴുതുക, അല്ലെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ്. നെക്സ്റ്റ് ഒരു 3 to 4 കീ പോയിന്റ്സ് എക്സാമ്പിൾ വെച്ചിട്ട്, പിന്നീട് അതിന്റെ കൺക്ലൂഡിംഗ് പാർട്ടാണ്. വേരിയന്റ് അവയർനെസ്, ബിൽഡ് 1 page വേരിയന്റ് ലിസ്റ്റ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആർട്ടിയുടെ ഫീച്ചേഴ്സ് ഒക്കെ. ഓക്കെ, സോ നമുക്കതിനെ സോ യു ക്യാൻ പൈവോട്ട് വേർഡിംഗ് വിത്തൗട്ട് ലോസിങ് എനി കോണ്ടന്റ് ആണ്. ഇനി ടോപ്പിക് പ്രോബബിലിറ്റിയും അതിന്റെ പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 to 3 ഇൻഫർമേഷൻ സിസ്റ്റംസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 37.5% പ്രോബബിലിറ്റി ഉണ്ട്. ലോ ഫ്രീക്വൻസി ആണ്. റീസെന്റ് 23 ഡിസംബറിലെ ക്വസ്റ്റ്യൻസും അതുപോലെ 24 ഡിസംബറും 25 ജൂണിലും അത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ICT 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 25 പ്രോബബിലിറ്റി ചാൻസ് ആണുള്ളത്. ലോ കാറ്റഗറിയിലാണ്. ജൂൺ അതുപോലെ 24 ജൂണും 23 ജൂണിലും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് 2 മോഡൽസ് ഓഫ് ഇ ഗവേണൻസ് 3 തവണ ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റി ചാൻസ് 37.5% ആണ്. ലോ കാറ്റഗറിയിലാണ്. ഡിസംബർ 23 എക്സാമും ആസ് വെൽ 24 ജൂൺ ആൻഡ് ഡിസംബർ 24 ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 2 കോൺസെപ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇ ഗവേണൻസ് 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റി ചാൻസ് 12.5 ആണ്. ലോ കാറ്റഗറിയിലാണ്. ജൂൺ 23 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് 3 RTI ആക്ട്, അതോറിറ്റീസ് ഇൻഫർമേഷൻ കമ്മീഷൻസ് 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റി ചാൻസ് 62.5 ആണ്. മീഡിയം കാറ്റഗറിയാണ്. ഡിസംബർ 23 ആസ് വെൽ ജൂൺ 24 ആൻഡ് ജൂൺ 25 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ലീഗൽ ആൻഡ് പോളിസി ഫ്രെയിംവർക്ക് 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 12.5 ആണ് പ്രോബബിലിറ്റി ചാൻസ്. ലോ കാറ്റഗറിയാണ്. ഡിസംബർ 23 ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് സിറ്റിസൺ സർവീസ് ഡെലിവറി 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 75% പ്രോബബിലിറ്റി ചാൻസ് ആണ്. ഹൈ കാറ്റഗറിയാണ്. ഡിസംബർ 23 അതുപോലെ ജൂണിലെ 24, 25 ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. റോൾ ഓഫ് ICT അഡ്മിനിസ്ട്രേഷൻ 1 തവണ ചോദിച്ചിട്ടുണ്ട്. 12.5% പ്രോബബിലിറ്റി ചാൻസ് ആണ്. റിലേറ്റീവ്ലി ലോ കാറ്റഗറിയാണ്. ഡിസംബർ 22 ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ടെക്നിക് സാവി കൾച്ചർ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 25 ആണ് പ്രോബബിലിറ്റി ചാൻസ്. ലോ കാറ്റഗറിയാണ്. ഡിസംബർ 21 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ജൂൺ 25 ക്വസ്റ്റ്യനിലും ഇത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് PRIS ലോക്കൽ ഗവേണൻസ് പഞ്ചായത്ത് 6 തവണ ചോദിച്ചിട്ടുണ്ട്. 75 പ്രോബബിലിറ്റി ചാൻസ് ഉണ്ട്. ഹൈ കാറ്റഗറിയാണ്. ജൂൺ 24 ഡിസംബർ 24 അതുപോലെ ജൂൺ 25 ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് അഗ്രികൾച്ചർ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 25 ആണ് ഒരു പ്രോബബിലിറ്റി ചാൻസ്. ലോ കാറ്റഗറിയാണ്. ഡിസംബർ 21 ഡിസംബർ 23 ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. ICT വിമൻ ആൻഡ് എംപവർമെന്റ് 1 തവണ ചോദിച്ചിട്ടുണ്ട്. 12.5% ആണ് പ്രോബബിലിറ്റി ചാൻസ്. ലോ കാറ്റഗറിയാണ്. ജൂൺ 25 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇ ലേണിംഗ് ഓൺലൈൻ ഡെലിവറി 6 തവണ ചോദിച്ചിട്ടുണ്ട്. 75% ആണ് പ്രോബബിലിറ്റി ചാൻസ്. ഹൈ കാറ്റഗറിയാണ്. ജൂൺ ഡിസംബർ 24 എക്സാമിനും അതുപോലെ ജൂൺ 25 എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ലൈബ്രറി ഡിജിറ്റൽ പോർട്ട്ഫോളിയോ 3 തവണ ചോദിച്ചിട്ടുണ്ട്. 37.5% ചാൻസ് ആണ്. ലോ കാറ്റഗറിയാണ്. ജൂൺ ആൻഡ് ഡിസംബർ 2022 എക്സാമിനും അതുപോലെ ജൂൺ 23 എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഇ കൊമേഴ്സ് മീനിങ്സ് ടൂൾസ് ബെനഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് 6 തവണ ചോദിച്ചിട്ടുണ്ട്. 75% ചാൻസ് ആണ്. അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസിയിലാണ്. ജൂൺ 23 അതുപോലെ ജൂൺ 24 ആൻഡ് 25 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇലക്ട്രോണിക് പേയ്മെന്റ്സ് ക്യാഷ് കാർഡ്സും ചെക്സ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റി ചാൻസ് 50 ആണ്. മീഡിയം കാറ്റഗറിയാണ്. ഡിസംബർ 22 അതുപോലെ ജൂൺ 22 ഡിസംബർ 23 ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബ്ലോക്ക് 4 ICT ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏർലി വാർണിംഗ്സ് 1 തവണ ചോദിച്ചിട്ടുണ്ട്. 12.5% പ്രോബബിലിറ്റി ചാൻസ് ആണ്. ലോ കാറ്റഗറിയാണ്. ഡിസംബർ 23 ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് 12 ICT ഇംപ്ലിമെന്റേഷൻ ഇഷ്യൂസ് ചാലഞ്ചസ് ആൻഡ് സക്സസ് ഗ്യാപ്സ് 3 തവണ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 37.5% പ്രോബബിലിറ്റി ചാൻസ് ആണ്. ലോ കാറ്റഗറിയാണ്. ഡിസംബർ 22 അതുപോലെ ജൂൺ 23 ഡിസംബർ 24 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി ഹൈ മീഡിയം ടോപ്പിക്സ് നമുക്ക് നോക്കാം. സിറ്റിസൺ സർവീസ് ഡെലിവറി 6 ഔട്ട് ഓഫ് 8 പേപ്പേഴ്സ് 75% ചാൻസ് ആണ്. നെക്സ്റ്റ് ലോക്കൽ ഗവേണൻസ് PRIS ഈ പഞ്ചായത്ത് 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 75% ചാൻസ് ആണ്. ഇ ലേണിംഗ് VLE ഓൺലൈൻ ഡെലിവറി
6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 75% ചാൻസ് ആണ്. ഹൈ ഫ്രീക്വൻസി ചോദിച്ചിട്ടുള്ള 4 തീംസ് ആണ്. നെക്സ്റ്റ് ഇ കൊമേഴ്സ്, മീനിങ്സ്, ടൂൾസ്, ബെനിഫിറ്റ് ആൻഡ് ലിമിറ്റേഷൻസ് 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 75% ചാൻസ് ആണ്. നെക്സ്റ്റ് RTA ആക്ട്, അതോറിറ്റീസ്, ഇൻഫർമേഷൻ കമ്മീഷൻസ് 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 62.5% ചാൻസ് ആണുള്ളത്. നെക്സ്റ്റ് ഇലക്ട്രോണിക് പേയ്മെന്റ്സ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 50% ചാൻസ് ആണുള്ളത്. ഹൈ പ്രയോറിറ്റി സ്റ്റഡീസ്, വാട്ട് ടു ഡു നെക്സ്റ്റ്, നമ്മൾ ഹൈ ചാൻസസ് ആയിട്ടുള്ള 75% ആണ്. 4 പോയിന്റ്സ്. ഓക്കെ, സോ സിറ്റിസൺ സർവീസസ്, PRS, ഇ പഞ്ചായത്ത്, ഇ ലേണിംഗ് ഒക്കെയാണ് ഈ ഒരു ഹൈ ഫ്രീക്വൻസി 75% ചാൻസിൽ കിടക്കുന്ന കോർ തീംസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ബിൽഡ് 1 പേജ് ആൻസർ. ഓക്കെ, 3 to 4 പോയിന്റ്സ്, അതിൽ നമ്മൾ എക്സാമ്പിൾസും ഒരു മിനിമം ഒരു മിനിയേച്ചർ കൺക്ലൂഷൻ ഒക്കെ വെച്ചിട്ട് ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാ, അതിന് ഒരു ടീച്ച് ബാക്ക് ഈച്ച് ഔട്ട്ലൈൻ, ദെൻ റൈറ്റ് ടു 10 ഡാക്ടർ. ഓക്കെ, അറ്റ്ലീസ്റ്റ് 12 to 15 മിനിറ്റ്സ് എടുത്തിട്ട് 2 തവണയെങ്കിലും അതൊന്ന് എഴുതി നോക്കുക. മീഡിയം 40 to 69% ഫ്രീക്വൻസി ഉള്ള RTI, ഇൻഫർമേഷൻ കമ്മീഷൻ, ഇലക്ട്രോണിക് പേയ്മെന്റ്സ്, ഫ്ലാഷ് കാർഡ് പോലെ അതിന്റെ ഫീച്ചേഴ്സും പവേഴ്സും ഒക്കെ വെച്ച് നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് തയ്യാറാക്കി വെക്കുക. 2 തവണ പ്രാക്ടീസ് ചെയ്യുക. ഒരു 7 to 8 മിനിറ്റ്സ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ലോ ഫ്രീക്വൻസി 40%, റിമൈനിങ് ടോപ്പിക്സ് ആണ് ഇതിനകത്തുള്ള. സോ ഈ ഗവേണൻസിലുള്ള ബാക്കി അതർ പോയിന്റ്സ് ആണ് ഹെൽത്ത്, ICT, അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ. ഇതൊരു സ്കിം, ജസ്റ്റ് നമ്മുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ഒന്ന് സ്കിം ചെയ്യുക. എന്നിട്ട് ഒരു തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരു ബേസിക് ഫ്ലുവൻസി ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു ടീമിൽ. ഇനി മോഡൽ പേപ്പർ ആണ്. 100 മാർക്സിനാണ് ഈ ഒരു പേപ്പർ ചോദിക്കുന്നത്. 3 അവേഴ്സിന്റെ ഉള്ളിലാണ് നമ്മൾ എഴുതിത്തത്. ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 400 ആണ്. ഈ 5 ക്വസ്റ്റ്യനും ഓൾ ക്യാരീസ് ഈക്വൽ മാർക്സ്. സോ സെക്ഷൻ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, critically compare major models of e-governance and discuss the implementation conditions, institutional capacity, interoperability, and user uptake, under which each model is most effective. 20 marks in the question. Second question, explain how ICT enables citizen service delivery at scale in public administration. In your answer, discuss service integration, turnaround time, and accountability mechanism for last mile delivery. 20 marks. Evaluate ePanchayat as a platform for local governance. Outline key functions, capacity requirements at PRI levels, and typical gaps that impede outcomes, suggesting feasible remedies. 20 mark in the question. Next, short notes ആണ്. 200 words വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. A part, first question, categories of information system in government. Example, transactions, management, and decisions, with one public sector illustrations each. 10 marks another. D part, shifting organizational culture for digital reform. 2 layers to build a tech savvy culture and 1 risk to manage. 10 marks in the question. Section 2, analyze how virtual learning environment operationalize online delivery of education and training. Discuss learner support, assessment, integrity, and inclusion as quality assurance dimensions. 20 marks in the question. Next up, sixth question, e-commerce in India critically appraise its public value and limitations from perspective of organizations, consumers, and society, indicating regulatory and infrastructural enablers. 20 marks in the question. Seventh question, assess the institutional architecture under the RTA Act of 2005, public authorities, EIOs, and information commissions, and propose measures to strengthen timelines and transparency. 20 marks in the question. In the right short notes, 200 words വെച്ചിട്ടാണ്. A, urban eco-governance, objectives and implementation architecture of city level mission mod project for service delivery. 10 marks in the question. B, electronic payment in public program, risk controls and financial inclusion trade-offs. 10 marks in the question. So നമ്മുടെ ഒരു predictive paper ഇതാണ്. Section 1 section 2 അതിൽ long answer questions ഉം short answer questions ഉണ്ട്. സോ നമ്മുടെ ഈ ഹോൾ സെഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഡിസംബറിൽ എക്സാം എഴുതുന്ന എല്ലാ ലേണേഴ്സിനും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഫോൺ ടൂൾസും ഡ്രോയിങ്സും അതുപോലെ ക്വസ്റ്റ്യൻ ഫോർമാറ്റും എല്ലാം നമ്മൾ ഈ ഒരു ഹോൾ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ടൈം അനുസരിച്ചിട്ട് നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യണം. ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഒരു 12 to 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ എഴുതി തീർക്കണം. അപ്പൊ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ TE എക്സാമിന് സ്കോർ ചെയ്യാം. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.